ആയിട്ട് അവനെ കൊണ്ടുപോയി. ഇവര് സത്യമായിട്ട് അവനെ കൊണ്ടുപോയി. ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇത് രണ്ടാമതും മൂന്നാമതും വന്ന് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്. വെളിയിൽ കുറേ ഡോഗുകൾ നിപ്പുണ്ട്. അതിനുവേണ്ടി ഇവൻ കാണിക്കുന്ന വേലകളെല്ലാം ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ഇവ സത്യം പറഞ്ഞ മഹാകള്ളനാണ്. പോയിട്ട് വന്ന് ഒന്നും അറിയാത്ത പോലെ വീണ്ടും വന്ന് ചോദിക്കും. വെളിയിൽ 2-3 ഡോഗ്. ഇനി എന്നെയും ചേട്ടനെ എല്ലാം പിടിച്ചോണ്ട് പോയി. ഇനി ചേച്ചിയെ വന്ന് പിടിക്കുകയാണ്. ഇനി ഞങ്ങളെല്ലാം കൊണ്ടുപോയതുകൊണ്ട് ഇവന് നന്നായിട്ട് അറിയാം. ചേട്ടൻ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇടാം. ഇപ്പതാ കണ്ടല്ല, ചേട്ടനെ എന്നെ എല്ലാം ഇവ ഈ കൊണ്ടുപോയി. ഇനി ഞാനും ഒരു 7-8 മണിക്ക് കൊണ്ടുപോയി. ചേട്ടൻ 9:30 ആയപ്പോൾ കൊണ്ടുപോയി. ഇത് ഇപ്പൊ 10:30 കഴിഞ്ഞതിന് ശേഷമുള്ള ബഹളമാണ്. ചേച്ചി വാന്ന്, കാരണം നമ്മളെ എല്ലാം വിളിച്ചു കഴിഞ്ഞല്ലോ. വിളിച്ചോണ്ട് പോവാൻ നിൽക്കണ കണ്ടല്ല. എല്ലാവരും നെഗറ്റീവ് ഒന്നും ചിന്തിക്കല്. പാവം, അവനെ പുറത്ത് കൊണ്ടുപോയി. അവന്റെ അഭിനയമാണ്. ഇത് കാണണം. വാ വാ. രാത്രിയായ ഇത് തന്നെ അവന്റെ ജോലി. അപ്പൊ അങ്ങ് പോയി. അപ്പൊ ഞങ്ങള് അവന്റെ ഈ നൈറ്റായ അവന്റെ പരാക്രമം കാണിച്ചു തരാം. പല ഡോഗുകളും ഇപ്പൊ വന്ന് ഇവനെ ആ ഗേറ്റിന്റെ അവിടെ വന്ന് പ്രലോഭിപ്പിക്കും. അപ്പൊ ഇവനെ ഒന്ന് പുറത്തിറങ്ങണം. അതിനാണ് ഈ ഷോ അത്ര. അല്ലാതെ ഇവനെ ഞാൻ രാത്രി ആവുമ്പോൾ യവനും പുറത്ത് നടക്കണം. പല ഡോഗുകളും പുറത്ത് വന്ന് നിപ്പുണ്ട്. യവനും അവരെ കൂടെ കളിക്കാൻ പോകണം. ആമിയൊന്നും വന്നാൽ ഞാനിപ്പം അധികം ഇങ്ങോട്ട് ഇപ്പം അവളങ്ങ് ഞങ്ങളധികം മൈൻഡ് ചെയ്യാതിരുന്ന അവൾ ഇവിടെ വന്ന് നോക്കിയിട്ട് ഉടനെ അങ്ങ് പോകും. പിന്നെ പല ഡോഗുകളും പുറത്ത് വന്ന് നിപ്പുണ്ട്. അതുകൊണ്ട് അവൻ്റെ അഭിനയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിമാരും ചേച്ചിമാരും ഒന്നും വീഴരുത്. യവൻ മഹാകള്ളനാണ്. യവൻ പുറത്തിറങ്ങാൻ വേണ്ടി പല പരാക്രമവും കാണിക്കും. ഇവൻ്റെ ഈ നിഷ്കളങ്കത കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനപ്പം കുറച്ച് മുന്നേ നടന്ന വീഡിയോ ഇടാം. അതും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാനിന്ന് വീട്ടിൽ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരു 7-8 മണിയപ്പോൾ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് പുറത്ത് കൊണ്ടുപോയി ബാത്റൂമിലുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് എന്നെ കൊണ്ട് കയറ്റിയ. പിന്നെ വേണമെന്ന് വെച്ചാൽ നമ്മൾ കിടക്കണതിന് മുമ്പ് ഒരു 10-11 മണിക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചേട്ടൻ കൊണ്ടുപോകും. ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല എങ്കിലും. പക്ഷേ ഇന്ന് ഒരു 8-9 മണിക്ക് വീണ്ടും ഇവൻ വന്ന് നമ്മൾ കാരണം വെളിയിൽ ഓരോ ഡോഗുകളെയും കാണുമ്പോൾ ഇവൻ വന്ന് പിന്നെ ഇതിപ്പം ഗേറ്റിൽ വന്ന് നോക്കും. ഡോഗുകളെ കണ്ടിട്ടുള്ള പരാക്രമങ്ങളാണ്. അവനും പുറത്ത് പോയി കളിക്കുക. അതുകൊണ്ട് ആരും തെറ്റിക്കരുത്. അപ്പം ഇവൻ്റെ ഈ അഭിനയവും ഇവൻ ഞങ്ങളെ കിടന്ന് വിളിക്കുന്ന സീറ്റ് ഇപ്പം നമുക്ക് ഒരു 8:30 കഴിഞ്ഞാൽ പിന്നെ ഇവന് നമുക്കൊരു സമാധാനം തരില്ല കേട്ടോ. ഇവന് നമുക്ക് അപ്പം നിങ്ങൾ കാണിക്കണം. ഇവൻ്റെ ഈ കുരുത്തക്കേട്. ഇവൻ പാവമൊന്നും അല്ല, ഇങ്ങനെ ഇരിക്കണ നിഷ്കുവൊന്നും അല്ല. ഭയങ്കര അഭിനയവും അച്ഛനെ ചെന്ന് പൂശും. പാവം അച്ഛൻ ഇതൊന്നും അറിയാതെ ഇപ്പോൾ കൊണ്ടുപോയപ്പോൾ അവിടെ നിറയെ ഡോഗ് ഇരിക്കണേ. അവൻ കുരയും വിളിയായതുകൊണ്ട് പിന്നെ തിരിച്ച് കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവന് ഉല്ലസിച്ച് നടക്കണം. അപ്പം വീഡിയോ തുടർന്ന് ബാക്കി നിങ്ങൾ കണ്ടോളൂ. ഇതിപ്പോൾ അത് നേരത്തെ എടുത്തതാണ്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരാളെ മുഖം കാണിച്ചു തരാം. ഇത് നമ്മൾ ക്യാമറ എടുക്കണമെന്ന് പറഞ്ഞാൽ മുങ്ങിക്കളയും. 9 മണി ആയിട്ടുണ്ട്. എൻ്റെ പൊന്നപ്പൂ എന്താടാ എടി കറക്റ്റ് 9:15 എന്തോ ആയി. 9 മണിക്ക് ഒരുക്ക വന്ന് അവനിങ്ങനെ ഇപ്പൊ പാവമാണ് കേട്ടോ. ഒരു കണക്ക് നോക്കുമ്പോ അവന് ഞങ്ങൾ കൊണ്ടുപോണ പുറത്ത് പോണതല്ലേ ഉള്ളു. ഞങ്ങൾ കൊണ്ടുപോയി. വാ ചേച്ചിയെങ്കിലും വാ ചേച്ചി, വാ. പോവാടി നമുക്ക് അവനെയും കൊണ്ട്. കടിക്കണല്ലടിയോ, എല്ലാരെയും കടിച്ചു കൊണ്ടുപോവാ. കടിക്കുമ്പോ അച്ഛനും ഞാനും ഒക്കെ കഴിച്ചു പോവുമല്ലോ. ഗുണ്ടൂസേ വാ വാ. ാണ് വാ. ഞാൻ വരാം. അയ്യോ ഞാൻ വരുന്നില്ലടാ. ഇല്ല വരുന്നില്ല, ഞാൻ വരുന്നില്ല. ചേച്ചി കൊണ്ടുപോവാന്ന്. ഇല്ല ഞങ്ങൾ ആരും വരില്ല. നീ പോണ വഴിക്ക് നമ്മൾ വരുന്നില്ല. ചേച്ചിയുടെ കൈ പിടിച്ചോ. ഞാനേ
നിങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് അല്ല, വരുന്നുണ്ടോ ഇല്ലേ? എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് കലി വന്നോണ്ടല്ല, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ക്ഷമയുടെ നെല്ലിപ്പലക ഗുണ്ടൂരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു മഞ്ഞൻ, എൻ്റെ ഒരു മഞ്ഞൻ. ഓ, ഞാൻ ഇതാ വരണമെന്നില്ല, ഒറ്ററിയാം കേട്ടാ. ഞാൻ ഇങ്ങനെ കഥവില് അടുത്തെത്തുമ്പോ ഞാൻ വരില്ല എന്ന് പറയുമ്പോ വീണ്ടും തിരിഞ്ഞിരിക്കും. ഞാൻ വരുന്നില്ല, നീ എവിടെ പോയാലും ഞാൻ വരൂല. ഞാൻ വരൂല ഗുണ്ടു, ഞാൻ വരുന്നില്ല ഗുണ്ടു. പതുക്കെ കഥവിന്റെ അവിടെ ചെന്ന് ഒളിഞ്ഞു നിന്നാലൊന്നും ഞാൻ വരത്തില്ല. ഭയങ്കര ഇഷ്ടം കേട്ടാ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒളിച്ചോടാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ തോട്ടത്തൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും കേട്ടോ. ഒന്നരാടെ ഞാൻ തോട്ടത്ത് കൊണ്ടുപോയി ഒരു മണിക്കൂറോളം ഞങ്ങൾ തോട്ടം എല്ലാം കറങ്ങിയിട്ടാ വരുന്നത്. കൊണ്ടുപോയേ എൻ്റെ പൊന്നൂസേ, ഇങ്ങ് വാ, ചേച്ചിയും കൂടി വിളി. ഇനി ഞാൻ എരിക്കും നേരെ വാതിൻ്റെ അവിടെ ഒളിഞ്ഞു നോക്കിയാണ്. ഇങ്ങനെയുള്ള ഗുണ്ടുവിനെയാണോ നിങ്ങൾക്കറിയാന്നുള്ളത്? ഞാൻ പോകണ്ട. അച്ഛൻ ബിഗ് ബോസ് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് മാവ് ആട്ടാനായിരുന്നു തന്നിരുന്നത്. അപ്പൊ അരി നിന്നിട്ട് പറഞ്ഞു റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് രണ്ടുപേരും ഒന്നിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ ബിഗ് ബോസിനോട് ഞാൻ പറഞ്ഞു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നോട് കേട്ടപ്പോ 1000 ആളോ 1000 ഞാൻ ഇന്ന് വരെ ഈ ലക്ഷ്മി ഇവിടെ വന്ന് പടി മാറ്റി ഞാൻ അങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കളി പറയുന്നതെന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്നെല്ലാം, നിങ്ങൾ പറയുന്നതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ട്. ചേട്ടൻ സത്യത്തിൽ അവന് ബാത്റൂമിൽ പോകാനൊന്നുമില്ല. ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ അവനെ കൊണ്ടുപോയത് തന്നെ. പക്ഷെ ആമി കണ്ടും കൊണ്ടായിരുന്നു. മിണ്ടായില്ല. ഇവനെ രാത്രി കൊണ്ടുപോയതേ ഉള്ളൂ കേട്ടോ. രാത്രി എന്ന് പറയുമ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കൊണ്ടുപോയൊക്കെ വിട്ടിട്ട് വന്നതാണ്. ഇപ്പോൾ അവന് ബാത്റൂമിൽ പോകാനൊന്നും സമയമായില്ല. പക്ഷെ അവൻ്റെ അമ്മയെ കണ്ടും കൊണ്ടുള്ള വിളിയായിരുന്നു. അവനൊന്ന് പുറത്ത് പോയി അമ്മയെപ്പോലെ ഇങ്ങനെ ചുറ്റി നടക്കണം. അമ്മ കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് ഇവിടെ വന്നൊന്ന് നോക്കിയിട്ട് അമ്മേരെ പാട് നോക്കി പോകും. പക്ഷേ അവനെ നമ്മൾ അങ്ങനെ വിട്ടിട്ടില്ല, ഇവിടെ പോകുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അഴിച്ച് വിടത്തില്ല നൈറ്റ്. മക്കുവാ, നമുക്ക് വീട്ടിൽ കയറി പോവാം. വാ, വീട്ടിൽ പോവാടാ, വാടാ. സത്യം പറഞ്ഞാൽ അവന് ഒരു 8-9 മണി കഴിയുമ്പം പുറത്തൊക്കെ പല ഡോഗുകളും വന്ന് നിൽക്കുമ്പോൾ ഇവനെ അങ്ങ് കൊതി തുടങ്ങും. പിന്നെ അവന് പുറത്ത് പോകണം. നമ്മളെ ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആണ് കേട്ടോ. എൻ്റെ കണ്ണു മുന്നേ വന്ന് ഇങ്ങനെ ജാട കാണും, ചിരിപ്പും കണ്ണ് ചിമ്മലും തിരിഞ്ഞു നോക്കലും. ഇവിടെ വന്നിരിക്കും, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിരിക്കും, പിന്നെ വീണ്ടും തിരിഞ്ഞു നോക്കും. എന്നെ കട്ടിലൊന്നും കിടക്കാൻ സമ്മതിക്കില്ല. എന്നെ ആയാലും ആരായാലും മന്ത്രിയും കൈ കടിയും. പിന്നെ ഞാൻ എവനെ കരുതിയാണ് ഞാൻ പിന്നെ എണീറ്റ് വന്നത് ഇവിടെ ഇരുന്നത്. പിന്നെ അച്ഛനെ കുറേ കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോവും. കുറേ നേരം അത് അച്ഛൻ്റെ കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അവൻ കടിയും ബഹളവും ഒക്കെ ആയിരുന്നു. കുറച്ചെന്നാലും ഇടാൻ കേട്ടോ. ഒരു നിവൃത്തിയില്ല അവനെ കൊണ്ട്. മാറി മാറി അച്ഛൻ്റെ അടുത്തും എൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും. അവനെ കൊണ്ടുപോയിട്ടും ഇത് തന്നെയാണ് ജോലി കേട്ടോ. കൊണ്ടുപോയി വെളിയിലെല്ലാം വിട്ടിട്ട് വന്ന. പക്ഷെ ചേട്ടൻ കൊണ്ടുപോയപ്പോൾ 2-3 ഡോഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ പിന്നെ പെട്ടെന്ന് ഞാൻ കയറ്റി. ഇനി കുറച്ച് ഇത് ഒരു ഇത് ഇനി അവൻ മുമ്പേ പോക്കോളൂ. അച്ഛൻ കൊണ്ടുപോ. അത് ക്യാപ്റ്റൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ.
അയ്യോ വേണ്ട കൊണ്ടുപോകല്ലേ ഏട്ടാ. അവൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞതുപോലെ അവനെ പുറത്ത് കൊണ്ടുപോകുന്ന നേരെ നമ്മളങ്ങ് കൊണ്ടുപോകും കേട്ടോ. കുറച്ച് മുന്നേ വലിയ കൊണ്ടുപോയുള്ളൂ എന്ന് വിചാരിച്ചാലും കൊണ്ടുപോകും. വേറൊന്നുമില്ല, അവൻ ഇവിടെ വെളിയിൽ ഏതെങ്കിലും ഡോഗുകളെ കാണും, അതിൻ്റെ മണം അടിക്കുമല്ലോ. നമ്മൾ കണ്ടില്ലെങ്കിലും വെളിയിൽ ഇങ്ങനെ പല ഡോഗുകളും കറങ്ങി നടപ്പുണ്ട്. ഇപ്പം പഴയതുമല്ലല്ലോ, നിറയെ ഡോഗുകൾ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അവന് ഇവിടുത്തെ മണം അടിക്കുമ്പോൾ ഓടി വരും. ഫസ്റ്റ് അവൻ ആ കല്ല് നിർബന്ധമാണ് പോവാൻ. എന്നിട്ട് അച്ഛനും മോനും കൂടി ഇത് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തായാലും ഇന്ന് തിരിച്ചു വരുന്ന നേരം ഞാൻ വിചാരിച്ചു എന്തായാലും അവർ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ ശ്രീകുട്ടി നോക്കിയതുപോലെ ഒരു കൂട്ടം നോക്കിയപ്പം ഇന്നും ഇല്ലേ. അതാ ആളിതാ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അവർക്ക് നല്ല വെട്ടമൊക്കെ ഉണ്ട്, അവരങ്ങോട്ടൊന്ന് പോയിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അത് അപ്പോഴേക്കും എന്താ പോയ പാടെ ഒരു 5-10 മിനിറ്റ് ആവും മുമ്പേ ഓടി തിരിച്ചു എത്തി. പോയി ഒരു 5 മിനിറ്റ് ആവും മുമ്പേ തിരിച്ചു എത്തി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം എന്ത് പറ്റി? ഇതിനാണിത് കാണുമെന്ന് പറഞ്ഞോടാ. ഏതൊക്കെയോ ഡോഗുകൾ. നമ്മളെ ഗുണ്ടുവിൻ്റെ വീഡിയോ ചോദിച്ച എല്ലാവർക്കുമാണ് ഇതുപോലെ ഞങ്ങൾ ഇനി എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പം ഗുണ്ടുവിനെ ഷോർട്ട് വീഡിയോയിൽ മാത്രം കണ്ട് കൊതി തീരാത്തവർക്കാണ്. അപ്പം അവർക്ക് ഗുണ്ടുവിനെ ഇതേപോലെ ലോങ് വീഡിയോ കണ്ട് അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ബാത്റൂം പരാക്രമമാണ് നിങ്ങൾ കണ്ടത്. ഇത് എന്തെല്ലാം ഇവന്റെ പരാക്രമങ്ങളുണ്ടെന്നറിയോ? അപ്പം നമുക്ക് വീണ്ടും എല്ലാം നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. കമൻറ്റ് ചെയ്യണം ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇനിയും വേണം. ഇവന്റെ കുസൃതികളൊക്കെ ഉള്ള കുറേ വീഡിയോ ഉണ്ട്. അപ്പോൾ ഷോർട്ടിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ച് എന്തെങ്കിലും മുറിച്ചങ്ങ് ഇട്ടിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഇതിപ്പോൾ അവന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇവൻ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഉള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ഇടണം. അപ്പം എല്ലാവരും ചാനൽ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.